എന്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് കടന്നു വരുമ്പം ഞാനൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരിക്കെ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേൾക്കുകയും കടന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഡിഗ്രി കേട്ട സമയത്ത് തന്നെ പെട്ടെന്ന് കടന്നു വന്ന ഒരാളല്ല. എങ്കിൽ പോലും അതിന് ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, ഇന്നത്തെ ഒരു ജീവിത രീതിയിൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്കാണ്. ഒരു ജോലിയിലൂടെയാണ് ഇന്ന് ലൈഫിൽ സെറ്റിൽ ആവാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ലൈഫിൽ എവിടെയെങ്കിലും എത്താൻ സാധിക്കുള്ളൂ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു നിത്യ ധാരണയിലാണ് എല്ലാവരും ഉള്ളത്. ഇന്ന് ശരിക്കും ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരിക്കും വന്നത് കൊണ്ട് തന്നെ എന്റെ ആഗ്രഹവും എന്റെ ലക്ഷ്യവും എന്റെ സ്വപ്നവും എല്ലാം തന്നെ ഒരു ജോലിയായിരുന്നു. കാരണം ചെറുപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് നല്ലോണം പഠിക്കണം, നല്ലോണം പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം, നല്ല മാർക്ക് മേടിച്ചാൽ നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ജോലി കിട്ടാൽ നീ ലൈഫിൽ സക്സസ് ആവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് എനിക്കറിയാം എന്റെ മുമ്പിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും ഈ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ബിസിനസ് കിട്ടുന്നവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതേ കാര്യമാണ്. ചിലപ്പോൾ ഈ ബിസിനസ് കിട്ടിയതിനു ശേഷവും ഇത് തന്നെ പഠിപ്പിക്കുന്നവരുണ്ടാവാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് വേണ്ടിയാണ് നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ബ്രെയിനിൽ ഇന്ന് ശരിക്കും ഒരു കുട്ടിയായിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ആളുകളുടെ ബ്രെയിനിൽ കോഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ജോലിയാണ്. ശരിക്കും പറഞ്ഞാൽ ജോലിന്റെ ഡെഫിനിഷൻ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ജോയിൻ അതേഴ്സ് ബിസിനസ് എന്നാണ്. കാരണം ഇന്ന് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ പോയി സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ ത്യജിച്ച് അവരുടെ സ്വപ്നങ്ങൾക്കായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിലാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ജോലി എടുത്ത് നോക്കിയാലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ന് നമുക്ക് രണ്ട് തരത്തിലുള്ള ജോലികളാണ് നേടാൻ സാധിക്കുക. ഒന്നെങ്കിൽ ഗവൺമെന്റ് ജോലി, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി. ശരിയാണല്ലോ? ഇന്ന് ഗവൺമെന്റ് ജോലിയുടെ ഒരു സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ശരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോലിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് അവന്റെ ഏറ്റവും നല്ല സമയം ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയാണ്. ഇന്നൊരു ഗവൺമെന്റ് ജോലിയുടെ കാര്യം എടുക്കുമ്പോൾ ശരിക്കും ഓരോ വർഷവും ഒരു വർഷം +2 അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് 4 ലക്ഷത്തോളം സ്റ്റുഡൻസ് നമ്മുടെ പുറത്തോട്ട് വരുന്നുണ്ട്. ഈ സ്റ്റുഡൻസിൽ ഒരു 85% ആളുകൾ മുകളിലും അവർ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് പിന്നീട് അങ്ങോട്ട്. ഇന്ന് ശരിക്കും കഴിഞ്ഞ 5 വർഷത്തെ കണക്കിലെടുത്ത് നോക്കിയാലും 20,000-ലും താഴെ മാത്രമാണ് ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റുകൾ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ശരിക്കും 10,000-ഓളം PSC കോച്ചിങ് സെന്ററുകൾ കേരളത്തിൽ മാത്രം റൺ ചെയ്യുന്നുണ്ട്. ഓരോ PSC സെന്ററുകളിലും 2 or 3 ബാച്ചുകളിലായിട്ട് 50-60 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓരോ കുട്ടികളും 5,000 മുതൽ 25,000 രൂപ വരെ ഈ ഒരു കോച്ചിങ്ങിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്ന 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ടൈം പലരും ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ലൈഫിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ടൈം എന്ന് പറയുന്ന ആ ഒരു ടൈമാണ്. ആ ടൈം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രോബബിലിറ്റി, അത് ഇത്രയും സാധ്യത മാത്രമുള്ള ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഓൾറെഡി ഈ പറയുന്ന സർവീസിലുള്ള ആളുകൾ ഇന്ന് പലരും എടുത്തു നോക്കിക്കോളൂ, അവരുടെ സർവീസിൽ, അവരുടെ മേഖലയിൽ അവർക്ക് അനുയോജ്യമായി ലഭിക്കേണ്ട വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ നമുക്ക് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഒരു കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ ഗവൺമെന്റ് ബാധ്യതകൾ കൂടുന്നു എന്നല്ലാണ്ട് മറ്റു കാര്യങ്ങളിൽ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ വളർച്ചകൾ കുറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ തന്നെ പറയുന്നു, ഇന്ന് നമുക്ക് ഗവൺമെന്റ് ജോലിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെ വരും കാലങ്ങളിൽ നിർത്തപ്പെടും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രം അതിനുവേണ്ടി പല ബില്ലുകളും നമ്മുടെ ഹൈക്കോടതിയിലും കാര്യങ്ങളിലൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ഇന്നൊരു ഗവൺമെന്റ് ജോലിയുള്ളത്. ഈ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആഗ്രഹിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റ് ജോലി ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് മുമ്പ് വരെ. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് പുറമെ ഇന്ന് മറ്റുള്ള കൂടുതൽ ആളുകൾ പിന്നീട് സെലക്ട് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിലുള്ള ജോലികളാണ്. ഇന്ന് ശരിക്കും പ്രൈവറ്റ് സെക്ടറിലെ ജോലികൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലും ഭീകരമാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം, വളരെ കുറഞ്ഞ ഫ്രീഡം ആണ് ഇന്ന് ശരിക്കും ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് വലിയ വർക്കിംഗ് അവേഴ്സും വലിയ ടാർഗറ്റും ആണ് അവിടെ ഉള്ളത്. മാത്രമല്ല ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ബെനിഫിറ്റുകളും ജോബ് ഇൻസെക്യൂരിറ്റിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തൊഴിൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അറിയാം. കാരണം നമ്മളെക്കാൾ കഴിവുള്ള ഒരാള് നമ്മുടെ പൊസിഷനിലോട്ട് കടന്നു വരികയാണെങ്കിൽ അവിടെ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി. മാത്രമല്ല ഇന്ന് പല കമ്പനികളും എപ്പോഴാണ് നിർത്തിപ്പോകുന്നത് പറയാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. ഈ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു IT കമ്പനീന്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 20,000-ഓളം എംപ്ലോയീസ് കേരളത്തിൽ തന്നെ അവർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കമ്പനി ഓപ്പറേഷൻ നിർത്തിയപ്പോൾ IT സെക്ടറിലുള്ള ഒരു കമ്പനി.
അപ്പൊ ഈ രീതിയിലുള്ള ജോബ് സെക്യൂരിറ്റി വളരെ നല്ല രീതിയിൽ അനുഭവിക്കേണ്ട സ്ഥിതിയാണ് പ്രൈവറ്റ് ജോലി മേഖലകളിലുള്ളത്. മാത്രമല്ല വലിയ രീതിയിലുള്ള വർക്ക് പ്രഷറുകളും ടാർഗറ്റുകളും, ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള വർക്ക് പ്രഷറും ടാർഗറ്റും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് പോലും ഒന്ന് ഇടപെടാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനോ സാധിക്കാത്ത സ്ഥിതി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കുകളും ഒരുപാട് ടൈം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വർക്കും പ്രഷറും ടാർഗറ്റും കാരണം എന്ത് ചെയ്യും, നമുക്ക് സ്ട്രെസ്സുകൾ കൂടുന്നു. സ്ട്രെസ്സുകൾ കൂടുമ്പോൾ ഈ കണ്ടിന്യൂസ് സ്ട്രെസ് ആകുമ്പോൾ നമുക്ക് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളോട്ട് വരുന്നു. അത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിലോട്ട് നമ്മൾ എത്തിക്കുന്നു. നമ്മുടെ റിലേഷൻഷിപ്പുകളുള്ള പല തരത്തിലുള്ള നമ്മുടെ വൈഫ് ആയിക്കോട്ടെ, അച്ഛമ്മമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സോഷ്യൽ സർക്കിളിലുള്ള എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾക്കും ഇത് ബാധിക്കുന്നു. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ ശരിക്കും വയനാട്ടിലൊക്കെ നല്ല രീതിയിൽ ഈ ആയുർവേദ ട്രീറ്റ്മെന്റുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ട്രീറ്റ്മെന്റ് ബഹുഭൂരിപക്ഷം ആളുകൾ ഇന്ന് ബാംഗ്ലൂർ, കർണാടക, മൈസൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട്. വരുന്നവരെല്ലാവരും തന്നെ ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും കൊണ്ടാണ് വരുന്നത്. ഈ രീതിയിലുള്ള ആളുകൾ വരുന്നത് മിക്കവരും ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ആ അത്രയും വലിയൊരു പ്രഷർ അനുഭവിക്കുന്ന ഒരു ലൈഫിൽ നിന്ന് കുറച്ച് സമയത്ത് ഒരു റിലാക്സേഷന് വേണ്ടിയാണ് ഇന്ന് പലരും ഇങ്ങോട്ട് ചുരം കയറുന്നത്. അപ്പൊ ആ രീതിയിൽ വലിയ രീതിയിലാണ് പ്രൈവറ്റ് ജോലികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷനുകളാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ ഉള്ളത്. ഇന്നൊരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ഒരാൾ പോലും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം എല്ലാവരും തന്നെ ജോലിയിലോട്ടാണ് ചിന്തിക്കുന്നത്. ജോലിന്റെ സ്ഥിതിയാണെങ്കിൽ ഇത് രണ്ട് തരത്തിലുള്ള ജോലികളുടെ അവസ്ഥ എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലാണ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എത്രത്തോളം മഹത്തരമാണ്, എത്ര നല്ലൊരു പ്രൊഫഷൻ ആണെന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം ഇന്ന് വേൾഡിലെ തന്നെ നമ്മൾ ശരിക്കും ഒരു ജോലിയിലോട്ടല്ല നമ്മൾ ഓരോരുത്തരും കടന്നിരിക്കുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് പ്രൊഫഷനിലോട്ടാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഏതൊരു സാധാരണപ്പെട്ട വ്യക്തിയായിട്ട് ഇന്ന് ഈ ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ള ആളുകൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയോ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രീന്റെ ഭാഗമായിട്ട് ഇന്നേ നമുക്ക് ചേരാൻ സാധിച്ചിട്ടുള്ളത്. ശരിക്കും ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള ക്യാപിറ്റലിൽ ഇന്ന് ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തത്, ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യിലില്ലാത്ത ആ ഒരു മൂലധനത്തിന്റെ കുറവ് കൊണ്ട് തന്നെ ആണെങ്കിൽ ഇന്ന് ഒരു തരത്തിലുള്ള വളരെ കുറഞ്ഞ തരത്തിലുള്ള മൂലധനങ്ങൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനും ഒരു എക്സ്ട്രാ ഇൻകത്തിനായിട്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ഫ്രീഡത്തിനായിട്ടോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിൽ തന്നെ ഒരു ആളുടെ അണ്ടറിൽ പ്രവർത്തിക്കുക, ഒരു ബോസിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരാൾക്കും അത്ര താല്പര്യമുള്ള കാര്യമല്ല, ഇഷ്ടമുള്ള കാര്യമല്ല. ഒരാളുടെ അണ്ടറിൽ പ്രവർത്തിക്കാണ്ട് നമുക്ക് സ്വന്തം ബോസായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളെ സംബന്ധിച്ചോളം ഡയറക്ട് സെല്ലിംഗ്. മാത്രമല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ഓപ്പർച്യൂണിറ്റി. നമ്മളെ സംബന്ധിച്ചുള്ള ഇവിടെ നമുക്ക് വരുമാനം കിട്ടുന്നത്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വരുമാനം കണ്ടെത്തുന്നത് നമ്മുടെ എഫേർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ പ്രവൃത്തിയെ ബേസ് ചെയ്തിട്ടാണ്. എത്രത്തോളം കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം കൂടുതലായിട്ട് നേടിയെടുക്കാൻ സാധിക്കും. എത്രത്തോളം കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നു അത്രത്തോളം കുറവായിരിക്കും നമ്മുടെ ഇൻകം. നമ്മുടെ എഫേർട്ടിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയറക്ട് സെല്ലിംഗിൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ടിന് അനുപാതികമായിട്ടായിരിക്കും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എത്ര വേണമെങ്കിലും ഇൻകം അവർക്ക് നേടിയെടുക്കാൻ ഈ ഒരു ഇൻഡസ്ട്രിയുടെ സാധിക്കും. മാത്രമല്ല പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ലീഡർഷിപ്പ്, നമ്മളെ എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന സ്കിൽസ്, നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു മേഖല. എന്ത് തരത്തിലുള്ള കഴിവുകളാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കഴിവുകളായിക്കോട്ടെ, സെയിൽസിലുള്ള നമ്മുടെ കഴിവുകളായിക്കോട്ടെ, ലീഡർഷിപ്പിലുള്ള നമ്മുടെ കഴിവുകളായിക്കോട്ടെ, ടീം ബിൽഡിങ്ങിലുള്ള കഴിവുകളായിക്കോട്ടെ, ഈ കഴിവുകൾ നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറയുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയോട് കടന്നപ്പോൾ ചിന്തിക്കുക, ഇതിനു മുമ്പ് നമ്മൾ പല മേഖലയും പ്രവർത്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പലതരത്തിൽ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിനെ പ്രശംസിക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതിനെ നമ്മൾ കൂടുതൽ കുറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വന്നപ്പോഴോ നമ്മൾ ചെയ്യുന്നത് ഒരു വളരെ കുറഞ്ഞൊരു പ്രവൃത്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞൊരു കർമ്മം ആയിക്കോട്ടെ, അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രശംസിച്ച് നമ്മളെ അടുത്ത കാര്യങ്ങൾ കൂടുതൽ ഭംഗിയോടെ ചെയ്യാൻ സാധിക്കുന്നതിൽ നമുക്ക് പറയുന്ന മോട്ടിവേഷനാണ് ഇവിടെ നിന്ന് കിട്ടുക നമ്മുടെ ലീഡേഴ്സിനെ. ശരിയാണല്ലോ? അപ്പൊ ആ രീതിയിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. മാത്രമല്ല എവിടുന്നും എങ്ങനെയും എപ്പോഴും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖല. ഏത് സ്ഥലങ്ങളിലായിക്കോട്ടെ, അത് ഇപ്പൊ ഡിജിറ്റലി വേണമെങ്കിൽ ഡിജിറ്റലി പ്രവർത്തിക്കാം, റിമോട്ട് ഏരിയകളിലൂടെ വേണമെങ്കിൽ പ്രവർത്തിക്കാം, അതേപോലെ തന്നെ പല രീതിയിൽ നമുക്ക് വീടുകളിൽ ഇരുന്ന് പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മേഖല.
മാത്രമല്ല ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ ആവശ്യം വരുന്നില്ല. ഇന്ന് മറ്റെന്ത് ജോലിയിലും ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് കിട്ടണം, ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം. ഇതാണ് ഇന്നത്തെ സ്ഥിതിയുള്ളത് ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം. നമുക്കിവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒക്കെ പറയുകയാണെങ്കിൽ സെയിൽസിൽ പോയിട്ട് ഒരു മേഖല എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ കടന്നത് ഈ ബിസിനസ് ചെയ്താണ് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. ഇതേ എക്സ്പീരിയൻസ് ആണെന്ന് എല്ലാ തരത്തിലുള്ള സക്സസോട്ടും നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന മേഖല. അത് മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള റെക്കഗ്നിഷനും റിവാർഡ്സും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. നമുക്ക് നല്ല രീതിയിൽ റിവാർഡുകളും നമ്മുടെ സംബന്ധിച്ചോളം നമുക്ക് അംഗീകാരങ്ങളും അതേപോലെ ഒരുപാട് തരത്തിലുള്ള ഈ ട്രാവൽ ഓപ്പർച്യൂണിറ്റികളും എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം മറ്റുള്ളവരെ സഹായിച്ച് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു മേഖല. ഇത് ശരിക്കും ചിന്തിച്ചു നോക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മള് ഏതൊരു മേഖലയിൽ പ്രവർത്തിച്ചാലും ഡയറക്ട് സെല്ലിംഗ് അല്ലാണ്ട് മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളും അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്നത് കൊണ്ടുള്ള അവർ ആ മേഖല പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള അവരുടെ ലക്ഷ്യവും ഉദ്ദേശം എന്താ? ഒന്ന് പണം ഉണ്ടാക്കണം, രണ്ട് ആരോഗ്യം ഉണ്ടാക്കണം, മൂന്ന് നമ്മളെ സംബന്ധിച്ച് പലരെയും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണം, നാല് പലരാളും ബഹുമാനിക്കപ്പെടുന്ന രീതിയിലും അല്ലെങ്കിൽ അവരാൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിലും അവരുടെ മുമ്പിൽ നിന്ന് റെക്കഗ്നിഷനൊക്കെ ലഭിക്കുന്ന ഒരു സെലിബ്രിറ്റിയെ പോലെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പറയുകയാണെങ്കിൽ നമുക്ക് നല്ലോണം യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ലോണം യാത്ര ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നല്ല നല്ല ഹോട്ടലിൽ താമസിക്കണം, നല്ല നല്ല ഭക്ഷണം കഴിക്കണം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതും കൊണ്ട് നമ്മൾ ഉദ്ദേശം വെക്കുന്നത്. ഇതെല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നേടാൻ കഴിയുന്ന ഇതെല്ലാം കൂടെ ലഭിക്കുന്ന ഒരൊറ്റ ഫുൾ പാക്കേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി. അപ്പൊ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ദി ബെസ്റ്റ് കമ്പനി എന്ന് പറയാവുന്ന കമ്പനിയിലാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉള്ളത്. മൈ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ മറ്റ് പല വർഷങ്ങളായിട്ടും പതിറ്റാണ്ടുകളായിട്ടും ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും നേടിയെടുക്കാൻ കഴിയുന്നേക്കാൾ കൂടുതൽ അച്ചീവ്മെന്റുകളും ഹിസ്റ്ററിയും വരുന്ന വെറും 12 വർഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു കമ്പനി. ശരിക്കും ഇന്നലെ പൂർത്തിയായപ്പോൾ 12 വർഷം പൂർത്തിയായി നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചോളം. അതായത് ആ ശൈശവപരമായിട്ടുള്ള വളർച്ച കഴിഞ്ഞ് അടുത്ത ടീനേജ് സ്റ്റേജിലോട്ട് കടക്കുകയാണ്. അതായത് ആ ഒരു ചെറിയ പ്രായത്തിലുണ്ടാവുന്ന കുറവുകളും കാര്യങ്ങളും ഒക്കെ നികത്തി ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് കമ്പനിയുടെ യഥാർത്ഥ ഭൂമിയിലോട്ട് വരാൻ പോകുന്നത്. ആ രീതിയിലോട്ടുള്ള ഒരു കമ്പനിയിലാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. ഈ ആ ഒരു കമ്പനിയിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്റെ സംബന്ധിച്ചോളം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും. അതാണ് ഇന്ന് ഈ ഒരു സമയത്ത് പോലും ഇത്രയും ആളുകൾ ഇന്ന് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ കാരണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൈ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഈ ഒരു ഇൻഡസ്ട്രി എന്നതിനെ കുറിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ലോകത്ത് 172.8 ബില്യൺ ടേൺ ഓവർ പെർ ഇയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. 172.8 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ 100 കോടിയാണ് ശരിക്കും പറഞ്ഞാൽ കണക്കുകൾ പ്രകാരം. അത് US ഡോളറിലോട്ട് ഇരിക്കുമ്പോൾ 100 കോടിക്ക് മുകളിൽ പോകും. എങ്കിൽ പോലും ഒരു അപ്രോക്സിമേറ്റ്ലി 100 കോടി വെച്ച് നോക്കിയാൽ പോലും അത്തരത്തിൽ 1 ബില്യൺ 100 കോടി എന്ന രീതിയിലാണ് കണക്ക് വരുന്നെങ്കിൽ 172.8 ബില്യൺ ടേൺ ഓവർ പെർ ഇയർ ഈ പറയുന്ന ഇൻഡസ്ട്രിയിലൂടെ ഇന്ന് വേൾഡ് വൈഡ് നടക്കുന്നുണ്ട്. അതിനൊപ്പം ഇന്ന് 979 കോടി ജനങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഒരു കരിയർ ആയിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളിൽ ഡയറക്ട് സെല്ലിംഗിൽ അവരുടെ ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇന്ന് ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന USA ആണ്. അവിടെ വെറും 32 കോടിയോളം ജനസംഖ്യയാണ് ഉള്ളെങ്കിൽ അവിടെ നിന്ന് 40 ബില്യണോളം ടേൺ ഓവർ ഡയറക്ട് സെല്ലിംഗിൽ നടക്കുന്നുണ്ട്. അതായത് ആ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ആ ഒരു സുരക്ഷിതത്വത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. അതേപോലെ സൗത്ത് കൊറിയ പിന്നീടുണ്ട്, ജർമ്മനി ഉണ്ട്, ചൈനയുണ്ട്, ജപ്പാൻ ഉണ്ട്. ഇത്തരത്തിൽ 10ഓളം രാജ്യങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിലുണ്ട്. ഈ 10 രാജ്യങ്ങളുടെ ഇടയിലും ഇന്ത്യ എത്തിയിട്ടില്ല എന്നും. അതായത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് പീപ്പിൾ ബിൽഡിംഗ് ബിസിനസ് എന്നാണ്. അതായത് ജനങ്ങളുടെ എണ്ണം അവിടെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നാളുകളിൽ ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന, ഡയറക്ട് സെല്ലിംഗ് ഏറ്റവും കൂടുതൽ വളരാൻ കഴിയുന്ന, ഡയറക്ട് സെല്ലിംഗ് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രാജ്യമായിട്ട് മാറുമെന്ന് ഇപ്പോഴേ എല്ലാവരും വിശേഷിപ്പിക്കുന്ന രാജ്യത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നും ഇന്ത്യ എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗിൽ വേൾഡ് വൈഡിൽ എവിടെ എത്തിയിട്ടുമില്ല. അപ്പൊ അത്രത്തോളം സാധ്യതകളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലോട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുക, പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഡയറക്ട് സെല്ലിംഗിലൂടെ ഒരിക്കലും
ഈ പറയുന്ന ഹെൽത്ത് കെയർ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടാൻ സാധിക്കില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നോക്കൂ, ഗ്ലോബലിൽ ഇന്ന് ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ എടുത്തു നോക്കിയാലും അവിടെ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതേ തരത്തിലുള്ള ഹെൽത്ത് കെയർ സംബന്ധമായിട്ടുള്ള വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. 35% വെൽനസ് ഉൽപ്പന്നങ്ങളാണ് വേൾഡ് വൈഡ് ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം കോസ്മെറ്റിക് ആൻഡ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ 25%, ഹോം കെയർ ഉൽപ്പന്നങ്ങൾ 20%, അതോടൊപ്പം മറ്റു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലും വിൽപ്പനപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെൽനസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഐഡിയോളജി നമ്മൾ ചിന്തിക്കൂ. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആരോഗ്യത്തിനാണ് നമ്മൾ ഇന്ന് മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അസുഖത്തിന് വേണ്ടി മുൻഗണന കൊടുത്ത് അതിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ലോകം പയ്യെ ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ആരോഗ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മളുള്ളത്. അത് വരും കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെ ഏറ്റെടുക്കുന്ന രീതിയിലോട്ടാണുള്ളത്. ആ രീതിയിലുള്ള വെൽനസ് ഐഡിയോളജിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഐഡിയോളജിയിൽ തന്നെ ആയുഷിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആയുർവേദത്തിന് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ആയുർവേദം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ തേടുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം വെൽനസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരാൻ പറ്റുന്ന ഒരു കമ്പനിയും വരാൻ പറ്റുന്ന ഒരു ബ്രാൻഡുമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിപ്പം വേൾഡ് വൈഡ് ഉള്ള കണക്കാണെങ്കിൽ വെൽത്ത് സൈഡിൽ കാണുകയാണെങ്കിൽ ഇന്ത്യൻ കണക്കാണ്. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ 2023 കണക്ക് പ്രകാരം 19,000 കോടിയോളമാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ നടന്നിരിക്കുന്ന ടേൺ ഓവർ. അത് മാത്രമല്ല 2030 ഇത് 64,500 കോടി വരെ എത്തും എന്നുള്ളതാണ് ഇന്ന് കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇന്ന് വെറും 85 ലക്ഷം ആളുകൾ മാത്രമാണ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലോട്ട് ഇന്ന് കടന്നു വന്നിട്ടുള്ളത്. അത് നമ്മുടെ മൈലസ്റ്റൈലിൽ മാത്രമല്ല, മുഴുവൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ ഇന്ന് കണക്കുകൾ പ്രകാരം 85 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഇന്ന് ഈ ഇൻഡസ്ട്രിയിലുള്ളത്. അത് മാത്രമല്ല അതിൽ ആ 85 ലക്ഷം ആളുകളിൽ 55% ഇന്ന് ലേഡീസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അരങ്ങിലോട്ട് എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ലേഡീസ് ഏറ്റവും കൂടുതൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല, ലേഡീസ് ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല, ലേഡീസിന് ഏറ്റവും കൂടുതൽ അവരുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് 144 കോടി ജനസംഖ്യയുള്ള രാജ്യത്താണ് നമ്മളുള്ളത്. അതിൽ 85 ലക്ഷം ആളുകൾ മാത്രമാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ എത്തിയിട്ടുള്ളത്. നോക്കൂ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വെറും 5% പോലും സാധ്യത ഈ പറയുന്ന ലഭിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ സാധ്യതയില്ലാത്ത ഗവൺമെന്റ് ജോലി പോലുള്ള മേഖലകൾക്ക് വേണ്ടി 90% ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 99% വിജയിക്കാനുള്ള പ്രോബിലിറ്റി നമുക്കിവിടെ ഉണ്ട്. പക്ഷെ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്നും 1% താഴെയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇപ്പോഴുള്ള ഒരു അവസ്ഥ. പക്ഷെ ഇത് ഉറപ്പാണ് നാളുകളിൽ മാറും. ഇന്ന് ഒരാൾ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികൾക്ക് ഗവൺമെന്റ് ജോലി പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ അനുഭവിക്കുന്ന സുഖവും സൗകര്യവും കണ്ടിട്ടാണ്. പക്ഷെ ഇന്ന് ചിന്തിക്കും, ഡയറക്ട് സെല്ലിംഗ് വളർന്നു വരുമ്പോൾ നമ്മുടെ അയ്യൂബ് സാറിനെ പോലെ നമ്മുടെ ഓരോ ലീഡേഴ്സ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ വളർന്നു വരുമ്പോൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ഇവരുടെ അച്ചീവ്മെന്റുകൾ കൂടുമ്പോൾ ഇത് നാളുകളിൽ ഒരുപാട് കുട്ടികൾക്ക് മാതൃകയാവും, ഒരുപാട് രക്ഷിതാക്കൾക്ക് മാതൃകയാവുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അവരും ഇതേപോലെ തന്നെ അവരുടെ മക്കളെയും അല്ലെങ്കിൽ അവരും ഇതേപോലെ ഇൻഡസ്ട്രിയിൽ ഈ രീതിയിൽ മാറണമെന്ന് അവരെ പഠിപ്പിക്കുന്ന രീതിയിലോട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല ഈ ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിയാലും സ്റ്റഡി ആയിട്ട് ഡബിൾ ഡിജിറ്റ് വളർച്ചയുണ്ട്. അതായത് 10% മുകളിൽ എല്ലാ വർഷവും വളർച്ചയുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് വളർച്ച റേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ 30% മുകളിൽ ഓരോ വർഷവും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് ഇന്ത്യയിൽ വളരുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഡയറക്ട് സെല്ലിംഗിലെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നത് 57% വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. അത് 57% ഉണ്ടെങ്കിൽ അതിൽ ഉറപ്പാണ് അതിനകത്ത് 95% ഉൽപ്പന്നങ്ങൾ നമ്മുടെ തന്നെ എലിമെന്റ്സ് വെൽനസ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓൺ വെൽനസിലോ പെടുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ കച്ചവടം ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. മാത്രമല്ല കോസ്മെറ്റിക് പേഴ്സണൽ കെയറിൽ 22%, ഹോം കെയറിൽ 21% അവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ പകുതിയോളം ജനങ്ങൾ 50% ആളുകൾ ഇന്ന് കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ പറയുന്ന രീതിയിൽ വലിയൊരു ടേൺ ഓവറിലോട്ട് നമ്മളെ എത്തിക്കാൻ, നമ്മുടെ കമ്പനീനെ എത്തിക്കാനും സാധിക്കുന്നുണ്ടാവും. അപ്പം ഈ രീതിയിൽ ഏറ്റവും നല്ലൊരു പോസിബിലിറ്റി ഉള്ള, ഏറ്റവും നല്ല പ്രോബിലിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനിയിലാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സക്സസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇവിടെ സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, മൈ ലൈഫ് സ്റ്റൈലിലായിക്കോട്ടെ, സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീമിലാണ്. ഒരു ടീം ഉള്ളപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സക്സസ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണുള്ളത്. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ
ഇന്ന് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. പലർക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ സുപരിചിതമാണ്. ഇന്ന് പലരും MI ലക്ഷന്മാർക്ക് തന്നെ അറിയുന്നതിനേക്കാൾ മുമ്പ് അറിഞ്ഞിട്ടുള്ളത് എലിമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ്. ആ രീതിയിൽ ഇന്ന് നമ്മുടെ കമ്പനി, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ബ്രാൻഡ് ഇന്ന് ആളുകളിലോട്ട് എത്തിക്കഴിഞ്ഞു, ആളുകൾക്കിടയിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ടീം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കമ്പനി പറയുന്ന പോലെ തന്നെ റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ശരിക്കും ഉൽപ്പന്നങ്ങൾ ആളുകളിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവസരം എന്ന ആളുകളിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മുടെ അവസരം, നമ്മുടെ കമ്പനി നൽകുന്ന ഈ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഈ ഒരു ഇൻഡസ്ട്രീന്റെ ഇത്രയും വലിയൊരു പൊട്ടൻഷ്യലും ആളുകളിലോട്ട് എത്തിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ റിക്രൂട്ട്മെന്റ് ചെയ്യൂ. ആ റിക്രൂട്ട്മെന്റിലൂടെ അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യും, അവരെയും അവരുടെ ഫാമിലിയും കണ്ടിന്യൂസ്ലി നമ്മുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യും, റീപർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് ഉപഭോക്താക്കളാക്കി മാറ്റൂ. അവരിൽ നിന്ന് അവരുടെ ബന്ധങ്ങളിലോട്ട് ഈ ഉൽപ്പന്നങ്ങളോടൊപ്പം ഈ ഒരു അവസരവും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ചേർത്ത് റീറ്റെയിൽ ചെയ്യൂ. ആ റീറ്റെയിൽ ചെയ്ത് അങ്ങനെ വരുന്ന ആളുകളെയും, നമ്മൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളെയും ഈ കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെയും നമ്മുടെ ഈ പറയുന്ന മീറ്റിങ്ങുകളിലൂടെയും കടത്തിക്കൊണ്ട് അവരെ റീറ്റെയിൻ ചെയ്യും, അവർക്ക് വേണ്ട നോളേജുകൾ കൊടുക്കൂ. ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ട് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനും, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ സക്സസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോഗ്രാമുകളും ഈ പറയുന്ന ഘടകങ്ങളിൽ റീറ്റെയിനിങ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരാളെ ഒരു ഐഡിയ അടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനും കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാനും ആർക്കും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിർത്തിക്കൊണ്ട് അവരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട്, ഒരു ലീഡേഴ്സ് മെന്റാലിറ്റിയിലോട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യം. ഇതിന് പ്രോഗ്രാമുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ള വഴികളുള്ളൂ. എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഇന്ന് ഈ കാണുന്ന ഈ ഒരു പ്രോഗ്രാമിന് പോലും ഒരുപാട് ഈ പറയുന്ന വാല്യൂ ഉള്ള ഒരു പ്രോഗ്രാമാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിനും വലിയ രീതിയിൽ വാല്യൂ ഉണ്ട്. ഒരു പ്രോഗ്രാം മിസ് ചെയ്യാണ്ട് എല്ലാ പ്രോഗ്രാമിലോട്ടും നമ്മൾ എത്തുകയും നമ്മുടെ കൂടെ വന്നവരെ എത്തിച്ചുകൊണ്ടും ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോഗ്രാം GTS ആയിക്കോട്ടെ, FSS ആയിക്കോട്ടെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് നമുക്ക്, ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാമിലോട്ട് എത്തിക്കും. ഈ പറയുന്ന 4 കാര്യങ്ങൾ നമ്മുടെ ടീമിലും നമ്മളും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, ആ ടീമിലൂടെ നമുക്കിവിടെ സക്സസ് ആവാനും സാധിക്കും. അതായത് വിശ്വസിക്കുക. എന്നാൽ നമ്മൾ എത്തിയിട്ടുള്ള മേഖല, നമ്മുടെ കമ്പനി, ഇന്ന് ഈ ഒരു കണക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കൂ. ഉറപ്പാണ് ഇവിടെ വിശ്വാസം എന്ന് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അടിയുറച്ചൊരു വിശ്വാസം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വിജയം പകുതിയോളം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യവും വിശ്വസിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ഞാൻ എപ്പോഴും ഈ ഒരു കമ്പനിയിൽ, എന്റെ ടീമിലായിക്കോട്ടെ, എപ്പോഴും എല്ലാ പ്രോഗ്രാമിലും ഞാൻ പറയാറുണ്ട്, ഈ ഒരു ബിസിനസ്സും ഈ ഒരു കമ്പനിയെ കുറിച്ചും സ്വയം ബോധ്യപ്പെടാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടതെന്ന്. ഇത് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് അധികം സമയം വേണ്ടി വരില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇത് നമ്മൾക്ക് സ്വയം ബോധ്യപ്പെടുന്നവരെയാണ് നമുക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുകളുള്ളൂ. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം. ഇന്ന് ലോകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഏതൊരു മഹാന്മാരായ വ്യക്തികളെ എടുത്ത് നോക്കിക്കോളൂ, അവരിൽ സ്വയം വിശ്വസിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ ലെജൻഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള വ്യക്തികൾ, ഒരു തൂപ്പുകാരിയുടെ മകനായിട്ട് ഇന്ന് ഈ ലോകം അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു ഫുട്ബോൾ താരമായിട്ട് മാറിയിട്ടുള്ളത് അവന്റെ കഴിവിൽ വിശ്വസിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത്രത്തോളം ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളും അവരെ ഫോളോ ചെയ്യണം. അവർ ചെയ്ത പോലെ പ്രവർത്തിക്കാനും അവരിൽ വിശ്വസിച്ച പോലെ നമ്മളിൽ വിശ്വസിക്കാനും തയ്യാറായാൽ നമുക്ക് ലഭിക്കും. അതേ ഒരു വിശ്വാസം കൊണ്ട് തന്നെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ എത്താൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം നന്ദി പറയാനുള്ളത്, ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവരികയും ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ എന്നെ പിടിച്ചു നിർത്തുകയും എന്നെ ചേർത്ത് നിർത്തുകയും ചെയ്തത്, എന്റെ എല്ലാ പ്രവർത്തിയിലും മോണിറ്റർ ചെയ്യുകയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശകാരിക്കേണ്ടതാണെങ്കിൽ ശകാരിക്കുകയും മാറ്റേണ്ടതാണെങ്കിൽ മാറ്റുകയും ചെയ്തുകൊണ്ട് ഇന്ന് ഈ രീതിയിൽ സംസാരിക്കുന്ന രീതിയിൽ, ഇന്ന് ഈ രീതിയിൽ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ എന്നെ മാറ്റിയെടുത്തിട്ടുള്ള എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ഷിനോ സാറിനാണ് ഇന്ന് കമ്പനിയുടെ കോണ്ടിനെന്റൽ ടീം ഓണർ എന്ന് പറയുന്ന റാങ്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല എന്റെ മാമനും കൂടിയാണ്. മാമന്റെ കൈ പിടിച്ചിട്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിലോട്ട് ഞാൻ കടന്നു വരുന്നത്. 2019 മാമൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നെ പരിചയപ്പെടുത്തുന്നത്. ആ ഒരു സമയത്ത് മാമൻ ഐഡിയ അടിച്ചു. മാമന്റെ കൂടെ ഇതിന്റെ ഐഡിയ അടിക്കാനും KYC ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടി മാമനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം കൂടെ കൂടിയതാണ്. രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു വൈകുന്നേരം ഒരു 5:30-6 മണി വരെ കോളേജിൽ പോകും. കോളേജ് കഴിഞ്ഞിട്ട് 6:30 എത്തും. ഒരു 7 മണിയോടെ മാമന്റെ കൂടെ കൂടും. രാത്രി ഒരു 1 മണി 2 മണി വരെ പിന്നെ മാമന്റെ അടുത്താണ്. നമുക്കിവിടെ കോളേജിൽ ഷോപ്പുണ്ട്. ഈ ഷോപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ടീമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ മാമന്റെ കൂടെ കൂടി അങ്ങനെ ശരിക്കും മാമന്റെ സിറ്റുവേഷൻ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയിട്ട് മാമൻ തുടങ്ങിയതാണ് മാമന്റെ ജീവിതം. അതിൽ നിന്ന് ഒരുപാട് കടവും ബാധ്യതയും കാര്യങ്ങളിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. 20 ലക്ഷത്തോളം ബാധ്യതകളും കാര്യങ്ങളൊക്കെ എത്തിയ സമയത്താണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേ വ്യക്തി, ഇത്രയും ബുദ്ധിമുട്ടിൽ നിന്ന് വ്യക്തി
ഈ പറയുന്ന മൂന്നര വർഷം കൊണ്ട് 2019 തുടങ്ങി 2021 ആയപ്പോഴെങ്കിലും ആളുടെ ലൈഫിലുണ്ടായ മാറ്റമാണ് ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഏറ്റവും കൂടുതൽ എന്നെ പ്രവർത്തിക്കുന്ന രീതിയിലോട്ട് എനിക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത്. ഒരു ഇത്രയും ബാധ്യതകളിൽ നിന്ന് വന്ന വ്യക്തിന്റെ അക്കൗണ്ടിൽ 450 രൂപ ആദ്യത്തെ വരുമാനം വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ വ്യക്തിന്റെ അക്കൗണ്ടിൽ ആഴ്ച വരുമാനം 2,10,000 എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ മാജിക്കൽ ഫിഗർ വരുന്നതും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും എനിക്ക് മോട്ടിവേഷൻ എന്റെ ലീഡറായിട്ടുള്ള എന്റെ മാവനായിട്ടുള്ള ഷിനോ സാർ തന്നെയാണ്. അങ്ങനെ ഷിനോ സാറിലുണ്ടായ മാറ്റം, അത്രയും ബാധ്യതകൾ കൊണ്ട് വീട് ജപ്തി അടക്കം വന്നിട്ടുണ്ടായിരുന്ന ആള് ഈ ഇൻഡസ്ട്രിയിലൂടെ അതെല്ലാം വീട്ടുകയും ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന രീതിയിലോട്ട് ആളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത് കണ്ടപ്പോൾ ഈ രീതിയിലൊരു വരുമാനം എനിക്ക് ഏത് ജോലിയിലൂടെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന ഏതെങ്കിലും ജോലിയിലൂടെ എനിക്ക് നേടാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അതിനെക്കുറിച്ച് പഠിച്ചു. ലഭിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നപ്പോൾ തന്നെ ഈ ഇൻഡസ്ട്രിയിനെ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിസിനസ്സിലോട്ട് ഞാൻ എപ്പോഴും പറയും, ഈ ബിസിനസ്സിലല്ല എന്തൊരു മേഖലയിലും നിലവിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഒരു ജീവിത രീതിയുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മളിൽ ഒരു മാറ്റം വരണം എന്നാണ് ഞാൻ പറയുക. എന്ത് കാര്യത്തിൽ മാറ്റം വരണമെങ്കിൽ ആദ്യം ആ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് മാറ്റം വരിക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ അലമ്പും പ്രശ്നങ്ങളും ഉണ്ടോ അതിനേക്കാൾ ഇരട്ടി പ്രശ്നങ്ങളും അലമ്പും ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരാളാണ്. എല്ലാ തരത്തിലുള്ള കോളേജ് ആയിക്കോട്ടെ, അടി ആയിക്കോട്ടെ, പിടി ആയിക്കോട്ടെ, സസ്പെൻഷൻ ആയിക്കോട്ടെ, എവറിത്തിങ് ഈ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഞാൻ ഈ സമയത്ത് ഈ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അച്ചീവ്മെന്റ് ആയിട്ട് പറയല്ല, പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വന്നപ്പം നമ്മളെ സംബന്ധിച്ചോളം വലിയ സ്വപ്നങ്ങൾ വന്നു, ഉദ്ദേശങ്ങൾ വന്നു, ലക്ഷ്യങ്ങൾ വന്നു. ഇതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് തന്നെ സ്വയം മാറാൻ തയ്യാറായി. അങ്ങനെ ഒരു മാറ്റം കൊണ്ട് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് പറയാനുള്ളത്. ഇതിലൂടെ കിട്ടിയ വരുമാനത്തെക്കാൾ കൂടുതൽ, ഇതിലൂടെ കിട്ടിയ റാങ്കുകളെക്കാൾ കൂടുതൽ ഞാൻ എന്നും എനിക്ക് അച്ചീവ്മെന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇതെന്റെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബ ഫംഗ്ഷൻ വന്നാലോ അല്ലെങ്കിൽ ഒരു കല്യാണം വന്നാലോ ഒരാളോട് മിണ്ടാണ്ട് എപ്പോഴും ഒരു കുറഞ്ഞ ഫ്രണ്ട് സർക്കിളിൽ മാത്രം നിന്നുകൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ചോളം ഒരുപാട് ബന്ധങ്ങളും നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കാനും അതേപോലെ തന്നെ ഏതൊരാളുകളും കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലോട്ട് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ആദ്യം പറയാനുള്ളത്. അതോടൊപ്പം വരുമാനം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ആദ്യമായിട്ട് ഈ കമ്പനിയിൽ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഇന്നിപ്പോ ഞാൻ വലിയ രീതിയിൽ പറയുകയാണെങ്കിൽ കമ്പനിയിൽ വരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നല്ല വരുന്നത്. വളരെ ശരിക്കും പറഞ്ഞാൽ ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീട്, ഇന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് തന്നെയാണ്. ഈ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ അമ്മയാണ് ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ ഒരു ബിസിനസ് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് തുടങ്ങി ഈ ബിസിനസ്സിലൂടെ ആദ്യമായിട്ട് കിട്ടിയ വരുമാനം 405 രൂപയാണ്. ഇത് ഒരിക്കലും ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ വരുമാനമല്ല. ബിസിനസ്സിലൂടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അക്കൗണ്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനമാണ്. അങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെ കുറച്ച് ആളുകൾ കൂടെ പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ അടക്കം ചെറിയ ചെറിയ രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാമന്റെ മാറ്റങ്ങളെല്ലാം കണ്ടപ്പോൾ ബിസിനസ്സിൽ ശക്തമായിട്ട് ഏറ്റെടുത്തു. ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ഓരോ ആഗ്രഹങ്ങൾ, ഓരോ സ്വപ്നങ്ങളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല. ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഒരു വിവോന്റെ മൊബൈൽ ഫോൺ ആയിരുന്നു. അതാണെങ്കിൽ പോകുന്ന സമയത്ത് ഒരു സ്കൂട്ടിയിൽ നിന്ന് പോക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് താഴെ വീണിട്ട് അതിന്റെ അകത്ത് സ്ക്രീൻ മൊത്തം പൊട്ടി അതും പോയി. അതാണെങ്കിൽ ആ മൊബൈൽ ഫോൺ മേടിച്ച് തന്നെയാണെങ്കിൽ നല്ലോണം പഠിക്കുന്നത്. ഞാൻ നല്ലോണം പഠിക്കുന്നതിനകത്ത് ഒട്ടും ഉഴപ്പിയിട്ടില്ല. നല്ലോണം പഠിക്കുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ് 96% മാർക്കുണ്ട്. +2 സയൻസ് എടുത്തു. സയൻസ് നല്ല മാർക്കോടെ പാസ്സാവാൻ സാധിച്ചു. പിന്നീട് പുൽപ്പള്ളി പഴശ്ശാച കോളേജിൽ ടൂറിസം എടുത്തു. ടൂറിസം ഫസ്റ്റ് ക്ലാസ്സോടെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടും. ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ആ സ്കോളർഷിപ്പ് കിട്ടിയ പൈസ ചേർത്ത് വെച്ചിട്ടായിരുന്നു ആ ഫോൺ മേടിച്ചിരുന്നത്. പക്ഷെ ആ ഫോണ് പിന്നീട് ഒരു കാലത്ത് ഇങ്ങനെ കയ്യിൽ നിലത്ത് വീണ് ആ ഫോൺ നഷ്ടപ്പെടുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം എനിക്കൊരു ആഗ്രഹം സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ മേടിക്കണമെന്നായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കമ്പനിയിലെ കിട്ടിയ വരുമാനം എല്ലാം കൂട്ടി വെച്ചുകൊണ്ട് ഒരു 30,000 രൂപേന്റെ 30,000 അല്ലെങ്കിൽ 27,000 രൂപയോളാണ് അന്ന് വില വന്നത്. 27,000 രൂപയോളം വില വരുന്ന ഒരു iPhone 8 എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ അന്ന് ആദ്യമായിട്ട് മേടിച്ചു. പിന്നീട് ഫ്ലൈറ്റ് ഫിലിം സിറ്റി എന്ന് പറയുന്ന ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യാനും, അത് നമ്മുടെ ടീം നടത്തിയ ഒരു കോൺടെസ്റ്റ് ആയിരുന്നു. ആ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യാനും കമ്പനീന്റെ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലോട്ട് എത്തുവാനും സാധിച്ചു. പിന്നീട് ശരിക്കും പറഞ്ഞാൽ 7ാം ക്ലാസ് മുതൽ ബൈക്ക് ഓടിക്കും. അപ്പം വീട്ടിലാണെങ്കിൽ വണ്ടിയില്ല. വലിയൊരു ആഗ്രഹമുണ്ട്, ബൈക്ക് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് വീട്ടിലെ സാഹചര്യം കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ഹാൻഡ് സ്പ്ലെൻഡർ ബൈക്കെങ്കിലും മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇങ്ങനെ എപ്പോഴും ബൈക്കിനോടുള്ള ആഗ്രഹങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഇതൊരു ലക്ഷ്യമായിട്ട് എപ്പോഴും മനസ്സിലുണ്ട്. ഇത് എപ്പോഴും ഞാൻ ഷിനോ സാറോട് അടക്കം പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആൾ ഷിനോ സാർ പറഞ്ഞു, ഓക്കെ നിന്റെ ലക്ഷ്യം ബൈക്കാണെങ്കിൽ നീ ആദ്യമായിട്ട് ഒരു ഹെൽമെറ്റ് മേടിക്കും. ആ ഹെൽമെറ്റ് നീ പോയിട്ട് എപ്പോഴും കാണുന്നിടത്ത് വെക്കാണ്ട് അത് കണ്ടിട്ട് നീ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു. മാമൻ ചിന്തിച്ചത് ഞാൻ പോയിട്ട് ഒരു ഹെൽമെറ്റ് 1,000 രൂപയുടെ ഒരു ഹെൽമെറ്റ് ഒക്കെ മേടിച്ചിട്ട് വരുമെന്നാണ്
മാം വിചാരിച്ചിരുന്നത്. ഞാൻ ഇങ്ങനെ ഹെൽമെറ്റ് നോക്കി കോഴിക്കോട് പോയി നമുക്ക് ആഗ്രഹിക്കാമല്ലോ നമ്മുടെ സ്വപ്നം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചിലർ പറയാറുണ്ട് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ മൈലേജിലാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ ആഗ്രഹിച്ചോ അതനുസരിച്ച് നമ്മുടെ കൊക്കിന് വലിപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഹെൽമെറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഹെൽമെറ്റ് ആയിരുന്നു. 7200 രൂപയോളം വില വരുന്ന ആ ഒരു ഹെൽമെറ്റ് പിന്നീട് മേടിച്ചു. ബിൽമോല എന്ന് പറയുന്നൊരു ബ്രാൻഡിന്റെ ഹെൽമെറ്റ് ആണ്. ഈ ഒരു ഹെൽമെറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് മാമനും അമ്മയടക്കം നേട്ടുന്നത് ഇത്ര വിലേന്റെ ഒക്കെ സാധനങ്ങൾ പുറത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കുന്നത്. അപ്പൊ പിന്നീട് ഈ ഹെൽമെറ്റ് വെച്ച് ഈ ഹെൽമെറ്റ് മേടിച്ച് അത് വണ്ടി മേടിക്കാൻ മുമ്പ് ഹെൽമെറ്റ് വീട്ടിൽ കൊണ്ടുവച്ച് ഹെൽമെറ്റ് എന്ന് കണ്ടു 2-3 മാസം കൊണ്ട് തന്നെ എനിക്ക് എന്റെ സ്വപ്നമായിട്ടുള്ള ഒരു ഡ്യൂക്ക് 250 എന്ന് പറയുന്ന ഒരു വണ്ടിയിലോട്ട് കമ്പനിയുടെ സോണൽ ടിങ്ങോഡ് എന്ന് പറയുന്ന റാങ്കിലോട്ട് എത്തുന്നതിന് ഒരു 1-1.5 മാസത്തോളം മുമ്പ് എനിക്ക് അതിലോട്ട് മാറാൻ സാധിച്ചു. 2,10,000 രൂപയോളം വില വരുന്ന ഒരു ബൈക്ക്. ഫ്രഷ് അല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. എന്നാലും അത് ഒരു വളരെ കുറഞ്ഞ പഴക്കമുള്ള ഒരു വണ്ടിയിലോട്ട് മാറാൻ സാധിച്ചു. അങ്ങനെ ഈ ഒരു ബൈക്ക് എടുത്ത് ഈ ബൈക്കും കൊണ്ട് ഒരുപാട് നാളുകൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ ടീമിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീട് എനിക്കൊരു ലാപ്ടോപ്പ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ 96% മാർക്ക് മേടിച്ചത് ഞാനിപ്പോൾ അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ആ മാർക്ക് മേടിക്കാൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്ന ഒരേ ഒരു പ്രചോദനം 10ാം ക്ലാസ്സിൽ SSLC നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഫാമിലിയിൽ നല്ല സന്തോഷം വരും. ഫാമിലി നല്ല സന്തോഷം വന്നു കഴിഞ്ഞാൽ ഒരു ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ നേടിത്തരും. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് മേടിച്ചിട്ട് ഒരു ലാപ്ടോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചു തരും എന്നുള്ള ചിന്തയിലാണ് അത്രയും മാർക്ക് മേടിച്ചു തന്നെ. പക്ഷെ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് നേടിത്തരാൻ സാധിച്ചില്ല. പിന്നീട് ഈ ബിസിനസ് കടന്നു വന്നപ്പോൾ പിന്നീട് ആ ഒരു ആഗ്രഹം എനിക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. ഞാൻ ആഗ്രഹിച്ചേക്കാൾ എത്രയോ മടങ്ങ് വലുതായിട്ടുള്ള ഒരു അച്ചീവ്മെന്റിലോട്ടാണ് എനിക്ക് ഇതിലൂടെ നേടാൻ സാധിച്ചത്. ഒരു 67,000 രൂപ വില വരുന്ന ഒരു ഡെല്ലിന്റെ ലാപ്ടോപ്പ് പിന്നീട് സ്വന്തമാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഇൻഡസ്ട്രിയോട് സഞ്ചരിക്കുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ഇല്ലാണ്ട് കടന്നത് ഞാൻ ഈ കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം ശരിക്കും പറഞ്ഞ ഒരു 65,000 രൂപയോളം വില വരുന്ന ആപ്പിളിന്റെ തന്നെ iPhone 15 എന്ന് പറഞ്ഞൊരു മൊബൈൽ ഫോണിലോട്ട് പിന്നീട് മാറാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചപ്പോൾ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുണ്ടായിരുന്ന, ശരിക്കും പറഞ്ഞാൽ 18 വയസ്സ് തികഞ്ഞതിന് മുമ്പേ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്ത് 18 വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ ലേണേഴ്സ് എടുത്ത് ലൈസൻസ് എടുത്തിട്ടുണ്ട്. ബൈക്കിനും കാറിനും. ബൈക്ക് ഓടിക്കാൻ നല്ലോണം അറിയാം, കാർ ഓടിക്കാൻ അത്രയും അറിയത്തില്ല. പക്ഷെ എല്ലാവർക്കും തന്നെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും കയ്യിൽ തന്നെ സ്വന്തമായിട്ട് അവർക്ക് കാറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരോടും കാർ ഓടിക്കാനും എവിടെ പോകുമ്പോൾ കാർ ഓടിക്കാൻ ചോദിക്കും. ആരും തരത്തില്ല. വീട്ടിലെ സാമ്പത്തികവും കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ ഒരാളും തരത്തില്ല. 1, 2, 3 തവണ നമ്മൾ ഫാമിലിയോടാണെങ്കിൽ തന്നെ പോലും പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷിനോ സാറിന് കാറില്ല. അതുകൊണ്ട് ഷിനോ സാറിന് ബൈക്ക് ഉള്ളത് കൊണ്ടാണ് എനിക്ക് 7ാം ക്ലാസ്സിൽ ബൈക്ക് പഠിക്കാനും പറ്റിയിട്ടുള്ളത്. ഷിനോ സാറിന്റെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഷിനോ സാറിന് ഒരു കാർ സ്വന്തമായിട്ട് മേടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കാർ എനിക്ക് പഠിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കുറച്ചൊക്കെ കാര്യങ്ങൾ എയിം ചെയ്തു. ഒരു ലൈസൻസ് എടുക്കുന്ന ഭാഗത്തിലുള്ള ഭാഗം വരെ അവർ പഠിപ്പിച്ചു തരും. അതിനുശേഷം നന്നാലും കാർ ഓടിക്കാൻ ഒരു ആഗ്രഹം തീരില്ല. നല്ലോണം ഓടിക്കാൻ പഠിച്ചാലേ ആഗ്രഹം തീരുള്ളൂ. ഒരു 1, 2, 3 തവണ ഷിനോ സാർ ഉൾപ്പെട്ട വേറെ 3-4 മാമന്മാരുണ്ട്. അവർക്ക് മക്കളായിട്ട് കുറെ കസിൻസ് ഉണ്ട്. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അപ്പം ഇവരോടൊക്കെ എല്ലാവരോടും വരുമ്പോൾ കാർ എടുത്ത് വരുമ്പോൾ ചോദിക്കും. ആദ്യത്തെ ഒരു 2-3 തവണ എന്ത് ചെയ്യും, ഇവര് നമ്മളെ സൗമ്യമായിട്ട് ഒഴിവാക്കും. അതിന് മുമ്പോട്ടായി കഴിഞ്ഞാൽ എന്താവും, ഇവര് നമ്മൾ പല വാക്കുകൾ കൊണ്ട് മനസ്സിൽ ഇങ്ങനെ പല സങ്കടങ്ങളും ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ഇല്ലേ? ഇങ്ങനെ എപ്പോഴും ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാ. എങ്കിലും പിന്നീടും ചോദിക്കും, കാരണം അത്രയും ആഗ്രഹമുണ്ട്. അപ്പം ഈ രീതിയിലുണ്ടായിരുന്ന സമയത്ത് ഈ കമ്പനിയിൽ കിട്ടിയതിന് ശേഷം ഒരു തവണ കണ്ണൂരൊക്കെ പോയ സമയത്ത് ഇതേപോലെ നമ്മുടെ ഒരു മാമന്റെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഷിനോ സാറാണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ ഞാൻ അടക്കമുണ്ട്. അപ്പൊ നമുക്ക് വണ്ടി കൊടുക്കരുതെന്ന് അവർ രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോഴേ പറഞ്ഞു വിട്ടു. ആ രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പം നമ്മളെ സംബന്ധിച്ചോളം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു വാഹനം ഈ ബിസിനസ്സിലൂടെ നേടണം എന്ന്. ആ മേടിക്കുന്ന വാഹനം ഈ പറയുന്ന ആളുകളെല്ലാം ഉപയോഗിക്കുന്നേക്കാൾ 1 രൂപയെങ്കിലും കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു വണ്ടി എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഈ ബിസിനസ്സിലൂടെ പ്രവർത്തിച്ച് 22ാമത്തെ വയസ്സിൽ 9,48,000 രൂപ വില വരുന്ന ടാറ്റ അൾട്രോസിന്റെ ഡീസൽ ഓപ്ഷൻ കാർ നേടിയോട് ഈ ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്യാനും അതിന്ന് കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ആ വണ്ടി ഉപയോഗിച്ചിരുന്ന എന്റെ മറ്റെല്ലാ കസിൻസും അവരുടെ വണ്ടികൾ ഓടിച്ചിരിക്കുന്നത് 20,000-ഓ 25,000-ഓ 30,000-ഓ കിലോമീറ്ററിലാണെങ്കിൽ ഇന്ന് ഈ വണ്ടി 70,000 കിലോമീറ്ററിന് മുകളിൽ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹവും തീർന്നു, വണ്ടി ഓടിച്ചുള്ള കൊതിയും തീർന്നിട്ടാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അവരെല്ലാവരും മേടിച്ചേക്കാൾ 1 ലക്ഷം 1.5 ലക്ഷം രൂപ കൂടുതൽ വില വരുന്നൊരു വണ്ടി മേടിക്കാൻ സാധിച്ചു. ഇന്നിപ്പോ ഫാമിലി തന്നെ ഏറ്റവും നല്ല 2 വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഞാനും ഷിനോ സാറുമാണ്. ഇന്ന് ഷിനോ സാർ ഒരു ഹ്യുണ്ടായി വെന്യൂ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലോട്ട് ലൈഫ് സ്റ്റൈല്
മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ ഇതേപോലെ എന്റെ ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് ഞാനും അമ്മയും കമ്പനിയുടെ സ്റ്റേറ്റ് ടീം ഓണർ എന്ന് പറയുന്ന റാങ്കിൽ പ്രവർത്തിക്കുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അടുക്കള ശരിക്കും പറഞ്ഞാൽ അമ്മ തയ്യലാണ് ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തയ്യൽ ഷോപ്പിൽ പോകുന്ന അല്ലാണ്ട് ചായ കുടിക്കാൻ പോലും അപ്പുറത്തെ ഒരു കടയിൽ പോകാത്ത ഒരാളാണ്. അതിന് പോലും മടി ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഇന്ന് കമ്പനിയിൽ പ്രവർത്തിക്കും ഒരുപാട് തരങ്ങളിൽ സഞ്ചരിക്കുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു വ്യക്തിന്റെ ഐഡി ഇന്ന് കമ്പനിയുടെ റീജിയണൽ ടീം ഓണർ റാങ്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ കമ്പനിയുടെ RTC എന്ന് പറയുന്ന റാങ്കിലോട്ട് ഇന്ന് അമ്മയുടെ ഐഡി എത്താൻ പോകണം. അതിനും ഒരു സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലോട്ട് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറി. ഈ രീതിയിലോട്ട് ഓരോ ആഗ്രഹങ്ങൾ നേടിയെടുത്തപ്പം വരുമാനങ്ങൾ നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 25,335 മുതൽ 56,970 രൂപ വരെ ഒരാഴ്ചയിലെ വരുമാനമായിട്ട് ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ രീതിയിൽ ഒരു വരുമാനം ഒരു വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഴക്കാലം കഴിഞ്ഞു വരുന്നേ ഉള്ളൂ. മഴ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു പാത്രം ഫ്രീ അല്ലാത്ത രീതിയിലുള്ള വീടായിരുന്നത്. ശരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഇതിലൂടെയൊക്കെ വെള്ളം വരുന്ന ഈ വീട്ടിലും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ലാത്ത സ്ഥിതിയാണ്. അത്രയും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു വന്നിരുന്നെങ്കിൽ ഈ ബിസിനസ്സിലൂടെ ഇത്ര വർഷത്തെ ഭാഗമായി പ്രവർത്തിച്ചപ്പോൾ ആ വീട്ടിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റി ഇന്ന് ഈ രീതിയിലൊരു മാറ്റത്തിലോട്ട് ചെറിയ രീതിയിലൊന്ന് റെനോവേറ്റ് ചെയ്തെടുക്കാൻ പിന്നീട് സാധിച്ചു. ഈ കാണുന്ന രീതിയിൽ മുറ്റവും കാര്യങ്ങളൊക്കെ വലുതായിക്കൊണ്ട്. കാരണം എനിക്കറിയാം ഇന്ന് ഈ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട് മാറ്റി പുതിയൊരു വീട് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു വണ്ടിയും കൂടെ മേടിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മൈ ലൈഫ് സ്റ്റൈലാണ്, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കാറിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു വണ്ടിയും കൂടെ ഇവിടെ വരുന്നുള്ളത് എന്റെ സ്വപ്നമാണ്. അതുകൊണ്ട് ആ വണ്ടി ഇടാനുള്ള സൗകര്യം ഞാൻ ഇന്നേ ഇവിടെ ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ വീട്ടിലൊരു ചെറിയ രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് കൊണ്ടുവരാൻ സാധിച്ചു. അതോടൊപ്പം ഞങ്ങളൊന്ന് ഫാമിലി ആയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം ഓണർ റാങ്കിലാണ് പ്രവർത്തിക്കുന്നത്. അമ്മ ഇന്ന് കമ്പനിയുടെ റീജിയണൽ ടീം ഓണർ എന്ന് പറഞ്ഞ റാങ്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ടീം ഓണർ റാങ്കിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാമനായിട്ടുള്ള ഷിനോസ് സാർ ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം ഓണർ റാങ്കിൽ പ്രവർത്തിക്കും. ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ കോണ്ടിനെന്റൽ ടീം ഓണർ റാങ്കിലോട്ട് എത്തിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് കമ്പനിയുടെ നാഷണൽ ടീം ഓണർ വ്യക്തി റാങ്കിലോട്ട് എത്താൻ പോകുന്നതാണ് ഈ കാണുന്ന വ്യക്തി സുബിസ് സാർ, എന്റെ അളിയനാണ്. അപ്പം മൂത്ത മാമന്റെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അടുത്ത് തന്നെയാണ്, ഞങ്ങൾ ഇവിടെ കോളേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ 4 പേരും ഫാമിലി ആയിട്ട് ബിസിനസ് തുടങ്ങി. 4 പേരും ഇന്ന് കമ്പനിയിൽ ഓരോ റാങ്കുകളിലും ഒരുപാട് രീതിയിലുള്ള ലൈഫിൽ അച്ചീവ്മെന്റ് നേടിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കമ്പനിയിൽ സക്സസ് എന്ന് പറയുന്നത് നമ്മളൊരു തീരുമാനം എടുക്കേണ്ട ഉണ്ടാവില്ല. എന്തൊരു വിജയിച്ചിട്ടുള്ള എന്തൊരു കാര്യം ഒരു മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ളത് അവൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ഉറച്ച് തീരുമാനിക്കും, അത് ഉറച്ച് അതിനായി ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രയത്നിക്കും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ഒരു തീരുമാനത്തിൽ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിലൂടെ നിങ്ങൾക്ക് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും ആ ടീം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് നേടിത്തരും. അതിന് എല്ലാവരെയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു കുറഞ്ഞ എക്സ്പീരിയൻസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇന്ന് തന്നെ ഈ ഒരു രീതിയിലോട്ട് ഈ ഒരു മീറ്റിങ്ങിലോട്ട് സ്വാഗതം ചെയ്തിട്ടുള്ള താഹിറ മാഡത്തിനും അതുപോലെ തന്നെ അയ്യൂബ് സാറിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഇന്ന് ഈ ഒരു വൈകിയ സമയത്ത് എന്നെ ശ്രമിക്കുന്ന ഇത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് തരത്തിലുള്ള നന്ദിയും വലിയ രീതിയിലുള്ള വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ കമ്പനിയുടെ എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാനും ആ നേട്ടങ്ങളിൽ ഒരുമിച്ച് കണ്ടുമുട്ടാനും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ് ആൻഡ് ജയ് മഹാരാഷ്ട്ര മാർക്കറ്റിംഗ്. താങ്ക് യു ഓൾ.